ഒരു പിതാവിന് മാതാപിതാക്കൾക്ക് തന്റെ മക്കളോടുള്ള രണ്ടാമത്തെ കടമ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണം. മക്കൾക്ക് നല്ല പേര് വെച്ച് കൊടുക്കൽ മാതാപിതാക്കളുടെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഈ മകനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ഈ കുട്ടിയോട് ഉമർ ഖത്താബ് തങ്ങൾ ചോദിച്ചു, മോനെ നിന്റെ പേരെന്താണ്? ആ പൊന്നുമോൻ പറഞ്ഞു, എൻ്റെ പേര് ജുഅല. വാപ്പ ഇട്ട പേരെന്താ? ജുഅല. ജുഅല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ഈ മഴ പെയ്യണൊക്കെ സമയത്ത് ഇങ്ങനെ ഒരു പ്രാണി, ഞങ്ങളുടെ നാട്ടിൽ കരിവണ്ടെന്ന് പറയും, ഇവിടെ എന്ത് പറയുമെന്ന് അറിയില്ല. ഇവിടെ എന്തോ ഒരു എരുമയെന്ന് പറയും, എന്തോ കോട്ടെരുമ. ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഈ പ്രകാശത്തിലൊക്കെ ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ വരെ ഒരു കറുത്ത ഒരു വണ്ടുണ്ട്. എന്താ പാറ്റ എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനം ഇനി വേറൊന്നും ആവണ്ട. കാരണം പല നാടുകളിലും പലത് വർത്താനല്ലോ. ഞങ്ങളുടെ നാട്ടിൽ കരിവണ്ടെന്ന് പറയും, കറുത്തിരിക്കണ ഒരു വണ്ട്. ഇങ്ങനെ ഉണ്ട് ചിറകൊക്കെ ഉള്ള ചെറിയ ഒരു സാധനം. എൻ്റെ പ്രിയമുള്ളവരെ, വാപ്പ തൻ്റെ മകനിട്ടിരിക്കണ പേരതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഇട്ടിരിക്കണ പേരെന്താ? എന്നാലോചിക്ക്. ഈ സദസ്സിരിക്കണ നെളിഞ്ഞിരിക്കണ ഓരോ വാപ്പമാരും നിന്റെ മക്കൾക്ക് ഇട്ടിരിക്കണ പേരിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ഇട്ടിരിക്കണ പേര്? ഇപ്പോൾ ചോദിക്കും, ഉസ്താദ് പേരിന് ഇത്ര വില എന്താണ്? പേരിനൊരു മഹത്തുണ്ട് മനുഷ്യ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സഹോദരൻ പറഞ്ഞതുപോലെ ഇന്നിപ്പോ ഭാര്യ ഗർഭിണിയായി പ്രസവിക്കേണ്ട 7 മാസമാകുമ്പോഴേ ഡിക്ഷണറി നോക്കണ കാലവാ. പേര് യൂട്യൂബിലും ഫേസ്ബുക്കിലും കയറി നെറ്റി നോക്കിയിട്ട് ആ പേരെടുക്കണം മക്കൾക്കിടാൻ. വാപ്പയുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അക്ഷരം വേണം. അപ്പൊ അതിനോട് യോജിച്ച പേരാ അധികം പേര് ഇടാറ്. ഇങ്ങനെ വലിയ ഗവേഷണമാണ് മക്കൾക്ക് പേരിടാൻ. എനിക്ക് ഓർമ്മ വരുന്ന ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ മകൾ, എനിക്കൊരു പെൺകുട്ടിയാ, എൻ്റെ മകൾക്കൊരു വെറൈറ്റി പേരായിട്ട്, ഒരു വെറൈറ്റി പേര്. അതുപോലെ ഒരു പേര് ഇതുവരെ ഞാൻ കേട്ടിട്ട് പോലില്ല. അപ്പൊ എനിക്കൊന്ന് കേൾക്കണമെന്ന് തോന്നി. ഞാൻ ചോദിച്ചു, എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഞാൻ പറഞ്ഞു, നല്ല പേരാ ഫാത്തിമ നിഫാസ്. കാരണം ഫാത്തിമ എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ മകളുടെ പേര്, നിഫാസ് എന്ന് പറഞ്ഞ പ്രസവ രക്തമെന്ന്. ഞാൻ പറഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടുവാണെങ്കിൽ അതിന് ഹൈലെന്നും കൂടെ ഇടാൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആരും ചിരിക്കൊന്നും വേണ്ട. നിങ്ങളുടെ മക്കൾക്ക് പേരിടും. ഇന്ന് പേരിടുന്ന കാര്യം, എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ ചെറുപ്പക്കാർ പള്ളിയിലെ ഖത്തീബിന്റെ അടുക്ക് വന്നിട്ട് അങ്ങോട്ട് ചോദിക്കും, ഉസ്താദ് ഈ പേരിന്റെ അർത്ഥം എന്താണ്? ഈ പേരിന്റെ അർത്ഥം എന്താ? കിതാബ് പഠിക്കണ കാലത്ത് പോലും ഇത്രയും നോക്കിയിട്ടുണ്ടാവില്ല ഉസ്താദ്മാര്. കാരണം എന്താ? ഈ പേരിന്റെ അർത്ഥം തിരയുക. പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ പറയും, പിന്നെ ഉസ്താദിനൊന്നും അറിയത്തില്ലടാ, ഒരു പേരിന്റെ അർത്ഥം പോലും അങ്ങനെ അറിയത്തില്ല. ഇതാ കളിയാക്കൽ. എന്റെ പ്രിയമുള്ളവരെ, ചില പേരുകൾക്ക് അർത്ഥമില്ല, അറബി പേരുകളായിരിക്കത്തില്ല. ഇങ്ങനെ തിരയാ കിടന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് പേരിടുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാണെന്നറിയോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അബ്ദുല്ല എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതി കൊണ്ട ഒരു അബ്ദുല്ല, ഒരു അള്ളാന്റെ അടിമ, അള്ളാന്റെ അടിമ ഒരാൾ പോലും ഇല്ല. അബ്ദുർ റഹ്മാൻ എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടിൽ? 2-3 പേരുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല, രണ്ടാമത്തെ പേര് അബ്ദുർ റഹ്മാൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പേരുള്ള എന്റെ പ്രിയമുള്ളവരെ, മക്കൾക്ക് നല്ല പേരിടണം. അള്ളാന്റെ ഖുർആൻ എടുത്തു നോക്കൂ, എത്രയോ മനോഹരമായ പേരുകൾ അള്ളാന്റെ ഖുർആൻ പറയുന്നു. ഇന്നാ അർസൽനാക ശാഹിദൻ ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. അള്ളാഹുവിന്റെ ഖുർആൻ നല്ല പേര് പറഞ്ഞു തരുന്നുണ്ട്. അർത്ഥം പോലും നോക്കണ്ട. ഇന്നാ അർസൽനാക ഷാഹിദ. മുഹമ്മദ് ഷാഹിദ്, മുഹമ്മദ് മുബശ്ശിർ, മുഹമ്മദ് നദീർ, മുഹമ്മദ് ദാഇ. ഇതൊക്കെ വെറൈറ്റി. അതാ വെറൈറ്റി പേര്. മുഹമ്മദ് ദാഇ, ദഅവത്ത് ചെയ്യുന്നവൻ. ദാഇ, മുബശ്ശിർ, നദീർ, ദാഇ, സിറാജ്, മുനീർ. ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പേരാ. അള്ളാഹു മക്കൾക്കിടാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല പേരിടണമെന്ന് പറഞ്ഞാൽ പേര് ഇപ്പൊ എൻ്റെ പേര് സിറാജുദ്ദീൻ. എൻ്റെ വാപ്പ എനിക്കിട്ട പേരാ ദീനിന്റെ വിളക്ക്. എൻ്റെ ഈ 32 കൊല്ലത്തിന്റെ ഇടയിൽ എത്ര കോടിക്കണക്കിന് പേര് എൻ്റെ ആ പേര് വിളിച്ചിട്ടുണ്ടാകും.
അള്ളാഹു ഇഷ്ടപ്പെട്ട ഏതോ ഒരു മനുഷ്യൻ എന്നെ കണ്ടപ്പോ വിളിച്ചു സിറാജുദ്ദീൻ, ദീനിന്റെ വിളക്ക് എന്ന് വിളിച്ചപ്പോ അള്ളാഹ് വിളി കേട്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് വയലു പറയുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ പേരിന്റെ അർത്ഥം, അതാ പേരിന്റെ അർത്ഥം. നല്ല അർത്ഥമുള്ള പേരിടണം. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന നമ്മളിൽ പലരും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. എന്താ പേര്? അള്ളാഹുവേ, അബ്ദുറഹ്മാൻ, അബ്ദുല്ലാ, മുഹമ്മദ്, അവിടെ നിന്ന് ഇങ്ങനെ ഹസന്, ഹുസൈന്, അബൂബക്കർ, നല്ല പേരുകളാ മക്കൾക്ക് ഇട്ടിരിക്കണേ. എന്നാ വീട്ടിൽ വിളിക്കണേ എന്താ? മോനെ അക്കുവേ, മോനെ അക്കുവേ, മോനെ കുക്കുവേ. നിങ്ങൾ ആലോചിച്ച് നിൽക്കേ. എടാ നന്മയുള്ളവൻ മുഹമ്മദ് ഹസൻ, നന്മയുള്ളവനെ നന്മയുള്ളവനെ എന്ന് പെറ്റ തള്ള 10 പ്രാവശ്യം വിളിച്ച അവൻ നന്മയുള്ളവനാകും. അവള് വിളിക്കൂല ആ പേര്. പാപ്പ നിന്റെ മകന്റെ പേര് ഹസൻ എന്ന് പേരിട്ടിട്ട് നീ അവനെ വിളിക്കൂല, നീ അവനെ കുക്കു കുക്കു എന്ന് വിളിച്ചോണ്ടിരിക്കുക. ഏതോ നാൽക്കാലിയുടെ പേര്, എന്താന്ന് പോലും അറിയത്തില്ല അതിന്റെ പേരെന്താണ്. ബാലരമയിലുള്ള ഏതോ ഒരു ജീവിയുടെ പേരാ അത്. അക്കുവും കുക്കുവും, അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു പണ്ട്. അതുപോലെ ഇന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, മോനെ നന്മയുള്ളവനെ നന്മയുള്ളവനെ എന്ന് നീ 100 പ്രാവശ്യം വിളിച്ചാൽ നിന്റെ മോൻ നന്നായി പോകും. നീ അത് വിളിക്കൂല, നിന്റെ എളുപ്പത്തിന് നീ വേറെന്തെങ്കിലും പേര് വിളിക്കും. അപ്പൊ പിന്നെ നിന്റെ മക്കള് തലതിരിഞ്ഞു പോയതിന് കുഴപ്പമില്ല, നിന്നെ തല്ലുന്നതിന് കുഴപ്പമില്ല, കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതിന് കുഴപ്പമില്ല. അതിന്റെ കാരണം നീ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ മക്കളുടെ പേര് നല്ല പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് പരിപൂർണമായി വിളിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്ക അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഷാല വിളിക്കൂലേ? ഒന്ന് തീരുമാനിക്കണവർ കൈവക്കിക്കേ. സ്വന്തം മക്കളുടെ പേര് പരിപൂർണമായിട്ട്. വാപ്പുള്ള വാപ്പ എന്താ നിങ്ങളാരും വിളിക്കൂല? ഒന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ വിളിച്ചാൽ മതി, എനിക്ക് അത്യാവശ്യമൊന്നുമില്ല. ഞാൻ പണ്ട് ആദ്യമേ അതാ പറഞ്ഞത്, എനിക്ക് വേണ്ടിയേ ഞാൻ വാഴ്ന്നു പറയുന്നത്. എൻ്റെ മകൻ്റെ പേര് മുഹമ്മദ് സിനാനും മുഹമ്മദ് നഈമും, രണ്ട് നല്ല പേരാ, ഞാൻ അതേ വിളിക്കത്തുള്ളൂ. മോനെ എന്ന് വിളിക്കും, അത് കുഴപ്പമില്ല, സ്നേഹമുള്ള വിളിയ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേരിടണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വെറുതെ അങ്ങ് മക്കളെ കിട്ടൂല, നല്ല മക്കളെ എങ്ങനെ വെറുതെ കിട്ടൂല. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നല്ല മക്കളെ കിട്ടണമെങ്കിൽ വെറുതെ ഒന്നും ലഭിക്കൂല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ വലത്തെ ചെവിയില് ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയില് കാമത്ത് കൊടുക്കണം. അല്ലാഹുവേ, പിന്നീട് അവന്റെ ചെവിയിൽ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കണം. അത് കഴിഞ്ഞാൽ സൂറത്തുൽ ആൽ ഇംറാനിലെ വഇന്നി ഉഈദുഹാ ബിക വദുല്ലിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്നായ തോതി കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് ജനിച്ച ബാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ആൽ ഇംറാനിലെ ഈ ആയത്ത് ഓതണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ മക്കളുടെ ചെവിയിൽ ഊതി കൊടുക്കണം. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ തൊട്ടുകൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ തൊട്ടുകൊടുക്കലൊക്കെ ഉണ്ടോ ഉസ്താദേ? ഉണ്ട് മനുഷ്യ, തൊട്ടുകൊടുക്കുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഉദാഹരണം ചോദിക്കട്ടെ, കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ടുകൊടുത്തേ? ഇവൻ ആരാടാ തൊട്ടുകൊടുത്തത്? അത് നമ്മുടെ അബൂബക്കർ. അവന്റെ ഗുണമല്ലേ ഇവൻ കാണിക്കത്തുള്ളൂ, പറയാറില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൊട്ടുകൊടുക്കുന്ന മനുഷ്യൻ നല്ലവനായിരിക്കണം, 5 നേരം നിസ്കരിക്കണ, അള്ളാനെ ഭയന്ന മനുഷ്യനായിരിക്കണം തൊട്ടുകൊടുക്കാൻ. അല്ലാതെ മുറുക്കാനും മുറുക്കി പള്ളിയുടെ പടി പോലും കാണാത്ത വാപ്പ തൊട്ടുകൊടുത്ത ഓൻ അങ്ങനെ ആയി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ആൾക്കാർ വേണം തൊട്ടുകൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, പൊന്നുമോളുടെ പേരിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? സ്വന്തം മക്കൾക്ക് നിന്റെ വാപ്പ നിനക്ക് നല്ല പേരിട്ട് തന്നു, പക്ഷേ നീ അത് നിന്റെ മക്കളോട് ചെയ്തില്ല വാപ്പ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രസവിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, അവർക്ക് നല്ല പേരിടാൻ മറന്നു പോകരുത്. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഉമർ തങ്ങളോട് അവനോട് പറയുകയാ, മൂന്നാമത്തെ കടമ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ഉമ്മമാരോട് മക്കളെ കുറിച്ച് കുറ്റം പറയുന്ന മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? ഇമാമാ,
മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയും അമ്മയുമായി നിങ്ങൾ ജീവിച്ച് കാണിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ വാദിന്റെ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയ്ക്കും പറയാൻ കഴിയോ നീ ഒരു നല്ല വാപ്പയാണെന്ന്, നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാണ് നീ എന്ന് പറയാൻ കഴിയോ? പറയാൻ കഴിയോ പെങ്ങളെ എന്ന് പറഞ്ഞ ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ ആദ്യം നന്നാകേണ്ടത് നീയാണ്, ആദ്യം നന്നാകേണ്ടത് നീയാണ്. നീയാണ് നിന്റെ മക്കളുടെ ഗുരു, നീയാണ് നിന്റെ മക്കളുടെ ഗുരു. ആദ്യം നീ നന്നാകണം. നിന്നെ കണ്ടു വളരുന്ന മക്കൾ തലതിരിഞ്ഞു പോകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നന്നാകേണ്ടത് വാപ്പ നീയാ. നീ നിസ്കരിക്കോ? നിങ്ങൾ പറ, 5 നേരം നീ നിസ്കരിക്കോ? നീ ഖുർആൻ കൈകൊണ്ട് തൊടുവോ? ഒരു സലാത്ത് പറയോ? ഇത് കണ്ടു വളരുന്ന മകൻ അവൻ ചെയ്തില്ലെങ്കിൽ തല്ലുന്നതിൽ കാര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നീ നേരെ ജുബ വസ്ത്രവും ധരിച്ച് നടക്കോ? അതില്ല. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ ആഗ്രഹമാണ്. അതിനാർക്കും ഒരു കുഴപ്പമില്ല. അങ്ങോട്ട് ഉപദേശമാ. വാപ്പ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, വീടിന്റെ മുറ്റത്തിരിപ്പുണ്ട്, കസേരയുടെ മോളി കാലും കെറ്റി വെച്ചിട്ടിരിക്കുക. ബാങ്ക് വിളിക്കുമ്പോ മകനോട് പറയണ്ട, പള്ളി പോടാ, ഭീഷണിയാ, പോടാ പള്ളിയിൽ. ഈ മനുഷ്യന് വല്ല അസുഖമുണ്ടോ? ഒരു ഗുരുവില്ല. വീടിന്റെ മുന്നിൽ ആരോഗ്യവാനായി ഇരുന്നിട്ട് മകനോട് പറയും പള്ളിയിൽ പോകാൻ. തല്ലാൻ റെഡിയായി നിൽക്കുക. എന്നാ സത്യത്തിൽ ചെയ്യേണ്ടതെന്തേ? നീ ആദ്യം പോയി കാണിക്കണ്ടേ? വാപ്പ നീ ആദ്യം പള്ളിയിൽ പോണം. നീ പോയാൽ നിന്റെ മകൻ പുറകെ വരും. നീ വരാൻ പോലും വിളിക്കണ്ട. ഉമ്മ പടച്ചവനെ മഗ്രിബിന്റെ സമയമാകുമ്പോ മോളോട് പറയും, മഗ്രിബിന് ബാങ്ക് വിളിച്ചു, യാസീൻ ഓതു, സലാത്ത് പറ, നിസ്കരിക്ക്, ഞാനിവിടെ പെറ്റ് കിടക്കുക സീരിയലിന്റെ മുന്നിൽ. ഉമ്മ ടിവിയുടെ മുന്നിലിരിക്കുക. എന്നിട്ട് മക്കളോട് പറയും ചെയ്യാൻ. ഇതെവിടുത്തെ ന്യായവാ സഹോദരൻ? ഇതെവിടുത്തെ ന്യായവാ? എന്റെ പ്രിയമുള്ളവരെ, ഉപദേശിക്കുന്ന മാതാപിതാക്കളോട് പറയുകയാ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളത് പറയുന്നത് കൊണ്ടായിരിക്കും നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. നിർത്തണോ? നിങ്ങൾ തല്ലുവോ? നിങ്ങൾ തല്ലിയാൽ എനിക്കൊന്നുമില്ല, ഞാൻ ഉള്ളത് പറയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്നറിയാം? തെറ്റ് കണ്ടിട്ട് തിരുത്തിയില്ലെങ്കിൽ വേണേ ഞാൻ നിങ്ങളെ കുറിച്ച് നല്ലപോലൊക്കെ പൊക്കി പറഞ്ഞാൽ നിങ്ങൾ വേണേ മുസാഫത്ത് ചെയ്ത് കെട്ടിപ്പിടിച്ച് വണ്ടി കയറ്റി വിടും. എനിക്കതൊന്നും വേണ്ട. നിങ്ങൾ തല്ലിയാലും കുഴപ്പമില്ല, ഇനി എന്നെ വയലിന് വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ളത് പറയണം. പറഞ്ഞില്ലെങ്കിൽ കിട്ടണ പണി എന്തെന്നറിയും? മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരിക്കൽ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ നാട് നശിപ്പിക്കാൻ പോകുമ്പോൾ ഒരു കുട്ടി ഇരുന്നിട്ട് ബിസ്മി ഓതിക്കൊണ്ടിരിക്കുക. ഫാത്തിഹയാണെന്നും ബിസ്മിയാണെന്ന് പറയുന്നു. ബിസ്മി ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവേ, ഒരു കുട്ടി ഇരുന്ന് പടച്ചവനെ ബിസ്മില്ല ഓതുന്നു റബ്ബേ. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ആ കുട്ടി അത് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു, നീ ഒന്നും ചെയ്യണ്ട, തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വിളിച്ചു. പിന്നീടൊരവസരത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നാട് നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു ഉസ്താദ് ഇബാദത്തിലാണ്. ഒരു ഉസ്താദ് വല്ലാത്ത ഇബാദത്താ. ഖുർആനിലെ ഒരു ആയത്ത് ഓതിയപ്പോ അള്ളാഹ് വെറുതെ വിട്ടു. അപ്പൊ പിന്നെ നിസ്കരിച്ചാ വെറുതെ വിടുമല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യണം തമ്പുരാനെ? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു അത്രേ, ആദ്യം ആ ഉസ്താദിനെ തലകീഴായിട്ട് എടുത്തടിക്കാൻ. ആദ്യം ഉസ്താദിനെ തലകീഴായിട്ട് അടിക്കണം, പിന്നെ വേണം നാട്ടുകാർക്ക് കൊടുക്കാൻ. അതെന്തേ പടച്ചവനെ? ആ മനുഷ്യൻ തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തി കൊടുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആദ്യത്തെ അടി ഉസ്താദിനാ. അപ്പൊ എനിക്കത് കൊള്ളാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതല്ലെങ്കിൽ പരിശുദ്ധമായി ഖുർആൻ എടുത്തു നോക്കൊരു ചരിത്രം കാണാം. മൂസാ നബിയാണെന്ന് തോന്നുന്നു, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിനോട് അള്ളാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. മൂസാ നബി എത്ര പറഞ്ഞിട്ടും കുറച്ച് ആൾക്കാർ കേൾക്കൂല. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകും. അവസാനം സഹികെട്ടിട്ട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഇവരെ നീ കൊരങ്ങന്മാരാക്കി കളയണേ തമ്പുരാനെ. അള്ളാഹു, ഇവരെ നീ കോലം മറിച്ച് കളയണേ തമ്പുരാനെ. അപ്പൊ ഇങ്ങനെ കടലിൽ പോയവര് മുഴുവനും തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ കരയിൽ കുറച്ച് മഹാന്മാരുണ്ടല്ലോ. പള്ളിയുടെ ഫസ്റ്റ് സഫി ഇരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. പലരും പള്ളിയിൽ പോകാൻ, പള്ളി കയറാത്ത ഒരുത്തം പള്ളിയിൽ പോയാൽ ഈ ഉപ്പാമാര് ചോദിക്കും, നീയും പള്ളിക്കകത്ത് കയറിയോടാ, എത്ര നാളത്തേക്കാ?
കാരണം അവരുടെ കുടുംബ സ്വത്ത് പോലെ പള്ളി. ചിലരങ്ങനെ കളിയാക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ കടലിൽ പോയവര് തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്ന കാഴ്ച കാണാൻ ഈ മീൻ പിടിക്കാൻ പോകാത്ത കുറച്ച് മഹാന്മാര് കടലിന്റെ കരയിൽ പോയി കാത്തിരിക്കുക. അളിയ എപ്പോ വരുവടാ, കൊരങ്ങന്മാരൊക്കെ ഇവരിങ്ങനെ കാത്തു നിൽക്കുക. ആ സമയത്ത് മൂസാ നബി ദുആ ചെയ്തു, അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം. അല്ലാഹുവേ ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മാറ്റണം. കാരണം ഇവരവര് പോയപ്പോ അവരെ തടഞ്ഞില്ല. തെറ്റ് കണ്ടിട്ട് തിരുത്തി കൊടുക്കാത്തവരാ ആദ്യം അവർക്കാണ് ശിക്ഷ കിട്ടിയത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഓരോ വാപ്പയും ഉമ്മയും കേട്ടോ, മക്കളെ ഉപദേശിക്കുന്ന ഓരോ മാതാപിതാക്കളും കേട്ടോ, അങ്ങനെ ഉപദേശിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ ഉപദേശിക്കേണ്ടെന്ന് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞു കൊടുത്താലേ മക്കൾ അനുസരിക്കത്തുള്ളൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു ഉമ്മ തന്റെ മകനുമായി കടന്നു വന്നു. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മകനുമായി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയേ, ഇവൻ ആരും പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല, മധുരം വാരി വാരി തിന്നുകയാണ്. മധുരം ഒരുപാട് കഴിക്കുന്നുണ്ട്, ആരുപദേശിച്ചിട്ടും ഇവൻ കേൾക്കുന്നില്ല. നബിയെ, നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ പൊന്നുമോൻ അനുസരിക്കും, ഒന്ന് ഉപദേശിക്കുമോ നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഉമ്മാനോട് പറഞ്ഞു, പോയിട്ട് പിന്നെ വരാൻ, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഉമ്മ തൻ്റെ മകനുമായി പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ സന്തോഷത്തോടെ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് തൻ്റെ മകനുമായി കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പൊന്നുമകൻ, ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രയോ പറഞ്ഞുള്ളൂ. മധുരം അധികമായിട്ട് കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ഉമ്മ ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു, ഇത്രേ ഉള്ളെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറഞ്ഞു മറുപടിയെ സദസ്സിലിരിക്കുന്ന ഒരു വാപ്പയും മറക്കരുത്, ഒരു ഉമ്മയും മറന്നു പോകരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ മധുരം അധികമായിട്ട് കഴിക്കുമെന്ന അത് നിർത്തിയിട്ട് ഈ കുഞ്ഞിനെ ഉപദേശിക്കാമെന്ന് കരുതിയുന്ന ആദ്യം നന്നാകേണ്ടത് നീയാ. നീ നന്നായിട്ട് വേണം നിന്റെ മക്കളെ നന്നാക്കാൻ നിൽക്കേണ്ടത്. അല്ലാതെ പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം 5 നേരം ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഈ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കുന്ന ഒരു വാപ്പയാണെങ്കിൽ നിന്റെ മകനോട് പറയണ്ട പള്ളിയിൽ പോകാ, നീ അവനെ നിർബന്ധിക്കണ്ട വാപ്പോ. എന്റെ പൊന്നുമോ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്നെ കൂടെ കൊണ്ടുപോകോ വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പിന്നീട് നീ നമസ്കരിക്കുന്നവളാണെങ്കിൽ പടച്ചവനെ, നിന്റെ പൊന്നാര മക്കൾ നിന്റെ കൂടെ വന്ന് നിസ്കരിക്കുകയാ. പടച്ചവനെ, നിങ്ങൾ ഖുർആൻ ഓതുന്നവരാണെങ്കിൽ, നിങ്ങൾ നല്ലവരാണെങ്കിൽ, നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മക്കളത് പ്രവർത്തിക്കുമെന്ന് അല്ലാഹുവേ അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ഈ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട് അല്ലാഹുവേ നിങ്ങളുടെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയാകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരേ, അല്ലാഹുവേ പടച്ചവനെ, പ്രിയപ്പെട്ട ഭാര്യയും വൃത്തികേടുകൾ കാണിച്ചാൽ പലർക്കും തിരുത്തി കൊടുക്കാൻ പേടിയാണ്. ഭാര്യയും മക്കളും തെറ്റ് ചെയ്താ തിരുത്തി കൊടുക്കാത്ത പലരുമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്ന സഹാബാ, അല്ലാഹുവിന്റെ കോടതിയിലെ 3 വിഭാഗം ആൾക്കാർ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരെന്നറിയുമോ? അല്ലാഹു കരുണ കാണിക്കാത്ത, പടച്ചവനെന്ന് മുഖത്ത് പോലും നോക്കാത്ത 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിൽ 1ാമത്തെ വിഭാഗം വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ചില വാപ്പമാരാണ് ഏത് വാപ്പമാരെന്നറിയുമോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അത് തിരുത്തി കൊടുക്കാത്ത വാപ്പയുണ്ടല്ലോ വാപ്പാ.
ഈ പള്ളിയിൽ അസറിന് വന്ന ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകൂ. അല്ലാഹുവേ, ഇശാ നമസ്കാരം കഴിഞ്ഞ് ഹദ്ദാഹിൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ കാലിന്റെ മുകളിൽ കാലിൻ കയറ്റി വെച്ച് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ സ്വന്തം മക്കളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് വീടിന്റെ അകത്തിരുന്നു കൊണ്ട് ചന്ദനമടയും പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാ. ഇത് നിനക്ക് പാപമാണെന്നറിയുമല്ലോ, ഇത് തെറ്റാണെന്ന് നിനക്കറിയുമല്ലോ. പടച്ചവനെ അത് തിരുത്തി കൊടുക്കാത്ത വാപ്പയുണ്ടല്ലോ. നിന്നെ അള്ള വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗം. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ മഗ്രിബിന് ശേഷമുള്ള സമയം ദുആയ്ക്ക് ഇജാബത്തുള്ളതാ, ഖുർആൻ ഓതേണ്ട സമയമാ. അപ്പൊ വാക്യ ഓതണം, റഹ്മാൻ ഓതണം, സജദ ഓതണം, മുൽക്ക് ഓതണം, യാസീൻ ഓതണം. ഓതിയിട്ട് ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയം നീ കെട്ടിക്കൊണ്ടുവന്ന നിന്റെ ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ നീ തിരുത്തി കൊടുക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചിന്തിക്ക്, തിരുത്തി കൊടുക്കാറുണ്ടോ? മക്കളെയും പിടിച്ച് അടുത്തിരുത്തിയിട്ടാ കാണുന്ന അരപ്പാവാട ഇട്ടിട്ട് ആടുക. നിങ്ങൾ ആലോചിക്ക്, അരപ്പാവാട ഇട്ടിട്ട് ആടുന്ന ഇംഗ്ലീഷ് പാട്ട്, ഹിന്ദി പാട്ടും. എന്റെ പ്രിയമുള്ള സഹോദരിമാരും മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഒരുമിച്ചിരുന്ന വാപ്പയും ഉമ്മയും കാണുന്ന കാലവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുത്തി കൊടുത്തില്ലെങ്കിൽ നിനക്ക് എവിടെ തഴമ്പുണ്ടെങ്കിലും നീ എത്ര കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. സിനിമ കാണുന്നത് അനുവദനീയ ഇസ്ലാമില്? പറമനുഷ്യന്മാരെ, സിനിമ കാണുന്നത് അനുവദനീയമാണോ? തെറ്റാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സദസ്സുണ്ട്? നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇതൊന്ന് ജായിസാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഇത് പക്ക തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാ TV ഇല്ലാത്ത വീടുണ്ടോ? TV ഇല്ലാത്ത വീടുണ്ടോ? വീട്ടിന്റെ വരാന്ത മുന്നിൽ കയറുമ്പോ വെച്ച് നീ പോയി നോക്ക്, നിന്റെ ഭാര്യയും മക്കൾ ഇരുന്ന് കാണുമ്പോ നിനക്കത് തെറ്റാണെന്ന് തോന്നിയിട്ട് നീ തിരുത്തി കൊടുത്തില്ലെങ്കിൽ അള്ളാഹു നിന്നെ വിടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി. എന്തൊരു ഒത്തൊരുമയാ പടച്ചോനെ, ഇല്ല? എന്തൊരു ഒത്തൊരുമയാ. ഇരുന്നിട്ട് ഇംഗ്ലീഷ് ഇവിടെ മക്കളും വാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്നിട്ട്, മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് അള്ളാഹുവേ ഈ വൃത്തികേടുകൾ കാണുന്ന കാലവാ. ഇതൊക്കെ പറഞ്ഞ ഇന്ന് വലിയ വിഷയമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വീട്ടിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ 3 സമയത്ത് മാതാപിതാക്കളുടെ റൂമിൽ കിടക്കണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സ്വന്തം മക്കളെ വീട്ടിൽ 8 ഓ 9 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ആ മക്കൾ സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിൽ പോണെങ്കിൽ അനുവാദം ചോദിക്കണം. 3 സമയത്ത് വീടിന്റെ കവാടത്തിൽ വാതിലിൽ പോയി തട്ടിയിട്ട് അനുവാദം ചോദിക്കണം, ഞാൻ അകത്തേക്ക് വരട്ടെ. ഉമ്മ അനുവാദം കൊടുത്താലേ പോകാവൂ. അള്ളാന്റെ ഖുർആന പറഞ്ഞ് 3 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം സുബഹിക്ക് തൊട്ടു മുമ്പുള്ള സമയം. സുബഹിക്ക് തൊട്ടു മുമ്പുള്ള സമയം. കാരണം വാപ്പയും ഉമ്മയും ഉറക്കത്തില, എങ്ങനെ കിടക്കണേന്നറിയില്ല. ചിലപ്പോ വാപ്പയ്ക്ക് മുണ്ടുണ്ടാകില്ല, ഉമ്മാന്റെ ഔറത്ത് ഇങ്ങനെ തുറന്നു കിടക്കുകയാ. ആ സമയത്ത് മക്കൾ ബെഡ്റൂമിലേക്ക് കടന്നു ചെന്നാൽ അള്ളാഹുവേ, ആൺകുട്ടികൾ ഉമ്മാന്റെ ഔറത്ത് കണ്ടു, പെൺകുട്ടികൾ വാപ്പയുടെ ഔറത്ത് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ മക്കൾ തലതിരിഞ്ഞു പോകാൻ കാരണമുണ്ട്. അതുകൊണ്ട് കാണാൻ പാടില്ല. അതുകൊണ്ട് മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കാതെ മക്കൾ റൂമിൽ പോകാൻ പാടില്ലാത്ത ഒന്നാമത്തെ സമയം സുബഹിക്ക് മുമ്പുള്ള സമയം. 2 നട്ടുച്ച സമയം. 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ മക്കൾ റൂമിൽ കിടക്കാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലോ അല്ലാഹുവിന്റെ ഖുർആനാ. കാരണം എന്തെന്നറിയോ? മാതാപിതാക്കളുടെ ഔറത്ത് കണ്ട ഒരു മക്കൾക്കും ഒന്നും തോന്നാറില്ല. എങ്കിലും അവർ കാണാൻ പാടില്ലെന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. അങ്ങനെ സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല. പ്രായപൂർത്തിയാകാത്ത മക്കളാ, അവര് പോലും കാണാൻ പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോ പടച്ചവരേ, പെണ്ണന്മാര് പാല് കൊടുക്കുന്നത് പൂരിയുടെ മുന്നിലിരുന്ന അല്ലാഹ്
ചെറിയ മക്കളെ നോക്കുമ്പോ ഉമ്മയിരുന്ന് കരയുകയാ. സീരിയൽ കണ്ടിട്ട് ഉമ്മാന്റെ കണ്ടിടമിങ്ങനെ നിറയുന്നത് കാണുകയാണ്. പടച്ചവരെ, തന്റെ മക്കളെ കൂടെ കടത്തിയിട്ടാണ് കാമുകനോട് സംസാരിക്കുന്നത്. എന്തെല്ലാം വൃത്തികേടുകൾ പറയുന്നത്. ഇത് കണ്ടു വളരുന്ന മക്കളുണ്ടല്ലോ, ഇത് കണ്ടു വളരുന്ന മക്കളുണ്ടല്ലോ, അവര് വൃത്തികെട്ടവരായി പോയാ കുറ്റം പറയാൻ കഴിയോ? നീ ചെയ്തത് കണ്ടു വളർന്ന മക്കളല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം പറഞ്ഞു തരാ. ചെറിയ കുട്ടികൾ വീട്ടിലുള്ളവർ ഒരുപാട് സൂക്ഷിക്കണം. നിങ്ങൾ പറയും സ്വാദ്, അവർ കുഞ്ഞുങ്ങളല്ലേ, ഒന്നും മനസ്സിലാകില്ലല്ലോ. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ഒരു ദിവസം വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഓടി വരികയാണ്. ഭാര്യ നോക്കുമ്പോൾ തന്റെ ഭർത്താവ് വല്ലാത്ത സന്തോഷത്തിലാ. അല്ലാഹുവേ, വീട്ടിലേക്ക് ഓടി വരുമ്പോ അവിടെ ചോദിച്ചു, എന്തോ ഇത്ര വലിയ സന്തോഷത്തിന്റെ കാരണമെന്തോ? അവിടെ പറയുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ, അല്ലാഹുവിന്റെ റസൂല് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. അല്ലാഹുവേ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഭാര്യയും ഭർത്താവും സന്തോഷം കാരണം വീടിന്റെ കത്ത് കിടന്ന് തുള്ളിച്ചാടുകയാ. ജൗഫർ തങ്ങൾ അവിടെ പറഞ്ഞു, പെണ്ണേ, റസൂലുള്ളാഹിന്റെ ഭക്ഷണമുണ്ടാക്കൂ. പ്രവാചകൻ ആട്ടിറച്ചി വല്ലാത്ത ഇഷ്ടമാണ്. ജൗഫർ തങ്ങളെ ചെന്നിട്ട് ആടിനെ പിടിച്ച് അറുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഒരാടിനെ പിടിച്ച് അറുക്കുകയാ. എന്നിട്ടതാ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇറച്ചി റെഡിയാക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയിരുന്നു കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാ. രണ്ട് മക്കളുണ്ടല്ലോ, അവരുടെ വീടിന്റെ വെളിയിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാ. എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്. അതാ കുറച്ചു സമയം കഴിയുമ്പോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകനുണ്ടല്ലോ, അനുജനോട് ചോദിച്ചു, മോനെ, വാപ്പാടിന് അറുക്കുന്നത് കണ്ടോ മോനെ? അനുജനോട് ചോദിക്കുകയാണ്, വാപ്പാടിന് അറുക്കുന്നത് നീ കണ്ടോ? അനുജൻ പറഞ്ഞു, ഇല്ലയിക്ക, വാപ്പാടിന് അറുക്കുന്നത് ഞാൻ കണ്ടില്ല. അനുജൻ ചോദിച്ചു, എന്റെ പെണ്ണുമോന് കാണണോ? വാപ്പാടിന് അറുത്തത് എങ്ങനെയാണെന്ന് കാണണോ? ചെറിയ മകനതാ തന്റെ അനുജൻ പറഞ്ഞു, കാണണമെക്ക. എന്തേ ചെയ്തതെന്നറിയോ? വാപ്പാടിന് അറുത്തിട്ട് വെച്ച കത്തിയെടുത്തു കൊണ്ടുവരികയോ? വാപ്പാടിന് അറുത്തിട്ട് വെച്ച കത്തിയെടുത്തു കൊണ്ടുവന്നു തന്റെ പൊന്നാര അനുജന്റെ തലയെന്ന് തിരിച്ചു വെക്കുകയോ? വാപ്പാടിനെ പിടിച്ചു കിടത്തിയതുപോലെ അനുജനെ പിടിച്ചു കിടത്തിയിട്ട് ആ പുണ്യവകൻ തന്റെ കൂടപ്പിറപ്പിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചിട്ട് അറുക്കുകയോ? സുബ്ഹാനല്ലാഹ്. കഴുത്തറ്റുപോയിട്ട് ആ പൊന്നുമോന്റെ കഴുത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒലിക്കുകയാണ്. തന്റെ പൊന്നാര അനുജൻ കിടന്ന് കൈകാലുകൾ ഇട്ടടിക്കുകയോ? തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് പൊന്നാര അനുജനെ പിടഞ്ഞു മരിക്കുകയാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയില്ല. ആ പൊന്നുമകൻ തന്റെ കയ്യിലിരുന്ന് കത്തിയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ്. പേടിച്ച് വിറച്ചുകൊണ്ട് ഓടുമ്പോ ഉയരമുള്ള സ്ഥലത്തേക്ക് കയറുമ്പോൾ കാല് തെറ്റിയിട്ട് താഴെ വീഴുകയോ? തലവന്ന് തറയിലടിച്ചിട്ട് തല പൊട്ടിയിട്ട് തലച്ചോറ് പോലും തോക്കുകയാണ്. അവിടെ കിടന്ന് പിടഞ്ഞു മരിക്കുകയോ? അല്ലാഹുവേ, രണ്ട് മക്കളെ വീടിന്റെ വെളിയിൽ മരിച്ചു കിടക്കുന്നു. വാർത്തയമ്മയും വീടിന്റെ കത്തിരുന്ന് സന്തോഷത്തോട് റസൂലുള്ളാഹിന്റെ കൊടുക്കാൻ ഭക്ഷണം ഉണ്ടാക്കുകയോ? രണ്ടുപേരും ഒന്നും അറിഞ്ഞില്ല. കുറെ സമയം കഴിയുമ്പോ തീർന്നു പോയി. വാങ്ങുന്നതിന് വേണ്ടി ജൗഫർ തങ്ങളുടെ ഭാര്യ വെളിയിലേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുമ്മ കാണാൻ പാടില്ലാത്ത കാഴ്ചയാ, നെഞ്ചു പൊട്ടിപ്പോകുന്ന കാഴ്ചയാ.
തന്റെ രണ്ടാമത്തെ മകന്റെ തലവേറെ ഉടലുവേറെ തലവേറെ ഉടലുവേറെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന കാഴ്ചയാ. എന്താണ് സംഭവമെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ലോ. അല്ലാഹുവേ പടച്ചവനെ, അവസാനം അവിടെ ഇറങ്ങി കരയുകയാണ്. ആ സമയത്ത് കരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ ജൗഫർ തങ്ങളുടെ ഭാര്യ ചിന്തിച്ചു, ഇതെന്റെ ഭർത്താവ് അറിയാ പാടില്ല, ഇതെന്റെ ഭർത്താവിനോടൊപ്പം പറയാൻ പാടില്ല, പറഞ്ഞാൽ ആ മനുഷ്യന് സഹിക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിൽ വരുന്ന ദിവസമാണല്ലോ, ഇന്ന് മരിച്ച വീടായി പോകുമല്ലോ. അതുകൊണ്ട് ഭർത്താവിനോട് പറയാതെ തന്റെ പൊന്നുമോന്റെ ജനാസ എടുത്ത് മറച്ചിടുകയാ. കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോ മൂത്തമകന്റെ തല പൊട്ടികെട്ട് തലച്ചോറ് പോലും വെളിയിലേക്ക് തെറിച്ച് കിടക്കുകയാ. ആ പൊന്നുമോനും ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. അതാ അവന്റെ ജനാസയും എടുത്തുകൊണ്ട് അനുജന്റെ കൂടെ കൊണ്ടുവന്ന് കിടത്തുകയാ. എന്നിട്ട് തുണിയിട്ട് മറച്ചിട്ട് ജൗഫർ തങ്ങളുടെ ഭാര്യ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ജൗഫർ തങ്ങൾ ചോദിച്ചു, എന്തേ പെണ്ണേ, എന്തേ നിന്റെ മുഖത്തുണ്ട്, നിന്റെ കണ്ണു നിറയുന്നില്ലോ? അവിടെന്ന് പറഞ്ഞ് സന്തോഷം എന്താ, അല്ലാഹുവിന്റെ പ്രവാചകർ വരുന്നതിന്റെ സന്തോഷം എന്താ. രണ്ടുപേരും അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാ. കുറെ സമയം കഴിയുമ്പോ അതാ വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടന്നു വരികയാണ്. ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അല്ലാഹുവിന്റെ നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, പോകുന്ന വീട്ടിൽ 2 കുട്ടികളുണ്ട് നബിയേ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാതെ പ്രവാചകനെ വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം ജൗഫർ തങ്ങളെ ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാൻ സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജൗഫറേ, മക്കളെവിടെ ജൗഫറേ? അവരെ കൂടെ വിളിക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ മക്കളെ വിളിക്കുന്നു, അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോ ജൗഫർ തങ്ങളുടെ ഭാര്യ പടച്ചവനെ അത്ഭുതത്തോടെയാണ് ആ ചോദ്യം കേട്ടത്. അവിടന്ന് പറഞ്ഞു, മക്കള് വെളിയിൽ നിന്ന് കളിക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാൻ പറ. ജൗഫർ തങ്ങൾ രണ്ടാമതും പറഞ്ഞു, മക്കളെ വിളിക്കപ്പെട്ടു. അവിടെന്ന് പറഞ്ഞു, റസൂലുള്ളാഹിനോട് കഴിക്കാൻ പറ. മൂന്നാമതും പറഞ്ഞിട്ട് വിളിക്കാതെ വരുമ്പോ ജൗഫർ തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം നിന്നു. ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം കിട്ടുമ്പോ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അവസാനം ഗതിയില്ലാതെ വന്നപ്പോ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് മറച്ചിട്ടിരിക്കുന്ന തുണിയിൽ മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ചോരയിൽ കുളിച്ച് കിടക്കുന്ന 2 മക്കളുടെ ജനാസ പോകുന്നുണ്ട്. ജൗഫർ തങ്ങൾ പിടഞ്ഞു വീഴുകയാണ്. തന്റെ പൊന്നാര മക്കളുടെ അതാ ജനാസയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് കരയുകയാ. സഹിക്കാൻ കഴിയില്ലല്ലോ. അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജൗഫർ തങ്ങളുടെ ഭാര്യ ഇങ്ങനെ തലയിൽ കൈവെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ജൗഫറേ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ, ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാ. തോറ്റുകൊടുക്കല്ലേ, തോറ്റുകൊടുക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിന്റെ അകത്ത് നിന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുകയാ. എഴുന്നേറ്റ് പോയിട്ട് റസൂലുള്ളാഹിന്റെ ഭക്ഷണം കഴിക്കാൻ ജൗഫറേ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ. താങ്ങാൻ കഴിയാതെ തന്റെ പൊന്നാര മക്കളുടെ ജനാസയുടെ മുന്നിൽ നിന്ന് കരയുമ്പോ ഈമാനുള്ള ജൗഫറിന്റെ ഭാര്യ ചോദിക്കുന്നു, ജൗഫറേ,
ഉമ്മയെക്കാല് വാപ്പയെക്കാല് മക്കളെക്കാല് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കേണ്ട റസൂലുള്ള ഭക്ഷണത്തിന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. എഴുന്നേക്ക് റസൂലുള്ളാഹിനോട് പറയല്ലേ, പോകുന്ന സമയത്ത് പറയാവോ, നമ്മൾ ഈ ചെയ്തത് മുഴുവനും വെറുതെയായി പോകുമല്ലോ. അതുകൊണ്ട് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഭക്ഷണം കഴിക്കാ പറഞ്ഞു വിടുമ്പോ ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന പാഠമെന്തെന്നറിയോ? ചെറിയ മക്കള് വീട്ടിലുണ്ടെങ്കിലോ, പ്രായപൂർത്തിയാകാത്ത മക്കള് വീട്ടിലുണ്ടെങ്കിലോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൂക്ഷിക്കടേ വാപ്പാ. പെങ്ങളെ മറന്നു പോകരുത് പെണ്ണുങ്ങള്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിന്റെ പൊന്നാര മക്കള് കണ്ടുകൊണ്ടിരിക്കുകയാ. അത് കണ്ടാണ് അവര് വളരുന്നത്. നിന്നെ കണ്ടാണ് നിന്റെ മോള് പഠിക്കുന്നത്. നീ കാവനോട് സംസാരിക്കുന്നത് കണ്ടു വളർന്ന മകളുണ്ടല്ലോ. അല്ലാ, പാല് കൊടുക്കുന്ന സമയത്തിന് കാമുകനോട് സംസാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പെണ്ണേ, നിന്റെ മക്കളത് കണ്ടു വളർന്നിട്ട് 18 കണ്ടവന്റെ കൂടെ വിളിച്ചോടുമ്പോ നെഞ്ചത്തടിച്ച് കിടന്നിട്ട് കാര്യമില്ല. മഹാനായ ഇമാമിന സാഫി റളിയല്ലാഹു തആല അൻഹു 7ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. കാരണം എന്തെന്നറിയോ? ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാണ്. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ട് വളർന്ന മകനാണ് സാഫി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്നറിയോ? ഒരു വാപ്പയും ഉമ്മയും എങ്ങനെയാകണമെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിന് കുളിർമയുള്ളവരാകണമെന്ന് ദുആ ചെയ്യുന്നവരാണല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യുന്നവരല്ലേ കണ്ണിന് കുളിർമയുള്ളവരെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭാരതന്റെ മക്കളുമായി നിസ്കാരപ്പായിൽ നിന്ന് ദുആ ചെയ്യുന്ന കാഴ്ച കാണുമ്പോഴാണ് ഒരു ഭർത്താവിന്റെ കണ്ണിനത് കുളിർമയാകുന്നത്. ഭക്ഷണം കടിച്ച് കിടന്നിറങ്ങി രാത്രി 2 മണിക്ക് കൂടെ കിടന്ന ഭർത്താവിനെ കാണാതെ വരുമ്പോ ഭാര്യ നോക്കുമ്പോ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ കടന്ന് കരയുകയോ. എന്റെ പ്രിയമുള്ളവരെ, അപ്പോഴാണ് കണ്ണിന് കുളിർമയുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയും ഉമ്മയുമായി ജീവിക്കാൻ പഠിക്കുറപ്പകാരാ. ഉമ്മമാര് സീരിയലിന്റെ മുന്നിൽ നിന്ന് കരയുന്ന കാലവ, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് പടച്ചവനെ കരയുമ്പോ സീരിയൽ കണ്ടിട്ടെന്റെ പെണ്ണന്മാര് കരയുകയാ. എങ്കിലെന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റബിയ എന്ന് പറയുന്നവരെ ചെറുപ്പക്കാരുണ്ടല്ലോ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ, മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്നവരെ പെണ്ണ് കാണാൻ പോവുകയാണ്. പടച്ചവരെ, പെണ്ണ് കാണാൻ കടന്നു തന്നപ്പോ മൈമൂന പറഞ്ഞു, റബിയ, എനിക്കൊരാഗ്രഹമുണ്ട്, നീ സാധിച്ചു തരുവോ? പെണ്ണ് കാണാമെന്ന് ചെറുപ്പക്കാരനോട് ഒരു പെണ്ണ് പറയുകയാണ്. പടച്ചവരെ, എനിക്കൊരഭിലാഷമുണ്ട്, സാധിച്ചു തരുവോ? എന്തെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്ന, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനും ഓതിത്തരുവോ? പെണ്ണ് കാണാമെന്ന ചെറുപ്പക്കാരനോട് മൈമൂനത്തുൽ മിസ്രിയ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എനിക്കൊന്ന് ഓതിത്തരുവോ? സീരിയലിന്റെ മുന്നിൽ നിന്ന് കരയുന്ന ഉമ്മമാരെ, നിനക്ക് കേൾക്കാരാ ഒരു ഭാര്യയും ഭർത്താവിനെയും ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവേ, കാണാമെന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു ഖുർആനും ഓതിത്തരുവോ? അവിടെ പുതുമണവാട്ടിക്ക് ഖുർആനിലെ ഒരു സൂറത്തോട് കൊടുക്കുകയാ. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു
أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا അല്ലാഹു അവിടുന്ന് ഖുർആൻ ഓതുകയാണ്, മൈമൂന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഓതിയോത് ഇന്നലദീന അൻകാലം വജഹീമ. ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് പലരും സീരിയലിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ ഒരു ഭാര്യയും ഭർത്താവിന്റെ കഥയാണ് പറയുന്നത്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു ഖുർആൻ ഓതാൻ. അവിടെ നിന്ന് ഓതിയോതി അവസാനം ഈ ആയത്തെത്തിയപ്പോ രണ്ടുപേരും പിടഞ്ഞു വീഴുകയാ, കൈകാലുകൾ കിടന്ന് വിറയ്ക്കുകയാണ്, രണ്ടുപേരും കിടന്ന് കരയുകയാണ്. ആ സമയത്ത് മൈമൂന പറയുന്നു, റബിയ ഒരിക്കൽ കൂടെ ആയത്തോടേ റബിയ. പടച്ചവരെ റബിയ പറയുന്നു, എന്നെ കൊണ്ട് പോതാ കഴിയൂല, എന്നെ കൊണ്ട് പോതാ കഴിയൂല. മൈമൂന പറയുന്നു, എന്റെ അഭിലാഷമാ ഒരിക്കൽ കൂടെ ഓടിത്തരുവോ. അവസാനം ഇന്നലെ ജൈന അൻകാലം ജൈന وطعامنا حسة عذابا أليما. നരകവാസികളെ കൊണ്ടുവരുന്ന ആ രംഗം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിന്നെ പോലെ ഒരു പുല്ല് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയുന്ന. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ആദ്യം നന്നാകേണ്ടത് നിങ്ങളോ. നിങ്ങളുടെ നന്നായ നിങ്ങളുടെ മക്കള് നന്നാകും, നിന്റെ വീട് നന്നാകും, നിന്റെ കുടുംബം നന്നാകും, നിന്റെ നാട് നന്നാകും, നിന്റെ രാജ്യം നന്നാകും, ഈ ലോകം തന്നെ നന്നാകുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മക്കളോ, മാതാപിതാക്കൾക്ക് നിങ്ങളോട് പല കടമകളുമുണ്ട്. അതുപോലെ നിനക്കും തിരിച്ചുണ്ടടാ ചെറുപ്പക്കാരാ. മാതാപിതാക്കളെ തല്ലുന്ന മക്കളുണ്ട്, ചീത്ത വിളിക്കുന്നവരുണ്ട്, അല്ലാഹുവേ മാതാപിതാക്കളെ കളിയാക്കുന്നവരുണ്ട്, അടിച്ചറക്കുന്നവരുണ്ട്, വൃദ്ധസദനത്തിൽ തള്ളുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മുന്നേ പറയാനുള്ളൂ, എന്റെ പൊന്നുമക്കളോ, ഇന്ന് പോകല്ലേ എന്ന് പറഞ്ഞാ പോകല്ലേ.